നമസ്കാരം. മനുഷ്യൻ ജനിക്കുമ്പോൾ കരഞ്ഞുകൊണ്ടേ ജനിക്കുന്നു, കരയിപ്പിച്ചുകൊണ്ടേ മരിക്കുന്നു എന്ന് പഴയ ആൾക്കാർ പറയും. പക്ഷേ മരണം കഴിഞ്ഞാൽ ഇപ്പോൾ ആരും കരയാറില്ല. എത്രയും പെട്ടെന്ന് ശവദാഹമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പിരിയും. പിന്നെ സ്മരണകളിൽ പോലും ഉണ്ടാകുന്നത് വളരെ അപൂർവം. ഇതാണ് ഇന്നത്തെ ഒരു സ്ഥിതി. തിരക്കുകൾ അല്ലെങ്കിൽ ഒരാൾ ഒഴിഞ്ഞു പോകുമ്പോൾ അവരുടെ വസ്തുവകകളോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരുടെ മുഖത്ത് നോക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളും ഒക്കെ മനുഷ്യനെ ഓരോ തരത്തിലാക്കും. ഞാനിത് പറയുന്നത് ഓരോ മനുഷ്യനും മരണമെന്ന് പറയുന്ന ശാശ്വതമായ സത്യത്തെ ഉൾക്കൊള്ളാനോ അല്ലെങ്കിൽ തിരിച്ചറിയാനോ കഴിയില്ല. നമ്മുടെ വീടിൻ്റെ അപ്പുറത്തൊരാൾ മരണപ്പെട്ട് കഴിയുമ്പോൾ മരിച്ചുവല്ലേ, ഒരു 2 മണിക്കൂർ കൊണ്ട് ആ മരണത്തെ ശവദാഹം കഴിയുമ്പോൾ അതങ്ങ് മറക്കുന്ന അവസ്ഥയിലേക്ക് ചെല്ലുന്നു. രണ്ടാമതൊരു കാര്യം, പണ്ടൊക്കെ സഞ്ചയനമുണ്ട് ഹൈന്ദവർക്കിടയിൽ. അത് കഴിഞ്ഞ് 16 കുളിയുണ്ട്, 16 കഴിഞ്ഞ് പുലകുളി എന്ന് പറയും. ഇപ്പോൾ അതൊക്കെ ലോപിച്ച് ഒറ്റ ദിവസവും 2 ദിവസവും കൊണ്ട് തീരുന്ന ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ മാറി. ഒരാൾ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തു കൂട്ടിയ പാപങ്ങൾ, അല്ലെങ്കിൽ സ്നേഹിച്ചിരുന്നവരോടുള്ള ബന്ധങ്ങൾ, അല്ലെങ്കിൽ കലഹിച്ചിരുന്നവരോടുള്ള ബന്ധങ്ങൾ, ഇതെല്ലാം തന്നെ ജീവിതത്തിൻ്റെ അവസാന കാലത്ത് ഏതവസ്ഥയിലാണ് ചെന്ന് മരണപ്പെട്ടു എന്ന് വിചാരിച്ചാൽ ആ മരണപ്പെട്ടവരുടെ മോക്ഷപ്രാപ്തിയായിട്ട് ബന്ധമുണ്ടാകുന്ന ഒരുപാട് വിഷയങ്ങൾ ഞാൻ കൈകാര്യം ചെയ്യുന്നുള്ളത് കൊണ്ട് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. സ്വത്തിനെക്കുറിച്ചും പണത്തെക്കുറിച്ചുമൊക്കെയുള്ള ചിന്തകൾ, അല്ലെങ്കിൽ പണ്ടത്തെ കാരണവന്മാർ വരുന്ന തലമുറകൾക്ക് വേണ്ടിയിട്ട്, ആ തലമുറകളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് വീടിൻ്റെ തെക്കുഭാഗത്തായിട്ട് നാഗക്കാവുകൾ സ്ഥാപിക്കുകയും ക്ഷേത്രങ്ങൾ ചെറിയ തെക്ക സ്ഥാപിക്കുകയും വിളക്ക് വയ്ക്കുകയും അവിടെ ആചാരാനുഷ്ഠാനങ്ങൾ നിലനിർത്തുകയും അത് വംശത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ സമർപ്പിക്കപ്പെട്ട് ചെയ്തൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ കാലം പുരോഗമിച്ചു കഴിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ദൈവവിശ്വാസം ഇല്ലാത്ത വന്നപ്പോൾ, അല്ലെങ്കിൽ ഭൂമിക്ക് വില കൂടിയപ്പോൾ ഇത്തരം ആരാധനാലയങ്ങളൊക്കെ തന്നെ, അല്ലെങ്കിൽ ഇത്തരം വിശ്വാസ പ്രമാണങ്ങളൊക്കെ കാലഹരണപ്പെട്ടതായിട്ട് ഒരു തലമുറ എഴുതിത്തള്ളി അതിനെയൊക്കെ ഇല്ലാതാക്കി കളഞ്ഞ് മറ്റൊരവസ്ഥയിലാക്കി. ഇതിൻ്റെ ദുരന്തങ്ങളും ഒക്കെ അനുഭവിച്ച് ഓരോ അവസ്ഥകളിലൂടെ മനുഷ്യൻ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അടുത്ത് ഇപ്പോൾ പലരും വിളിച്ചു ചോദിക്കും, സ്വാമി ഞങ്ങളുടെ അവിടെ ഒരു കാവുണ്ടായിരുന്നു, അവിടെയാണ് ഇപ്പോൾ ഞങ്ങൾ ബാത്റൂം കെട്ടിയത്, കുഴപ്പമുണ്ടോ? അവിടെയാണ് നമ്മുടെ സെപ്റ്റിക് ടാങ്ക് ഉണ്ടായിരുന്ന ഒരു കാവുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വരാൻ പോകുന്ന അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ചിലത് ചോദിക്കുമ്പോൾ മന്ദബുദ്ധികളായ കുട്ടികൾ ജനിക്കുകയും സ്കിൻ ഡിസീസ് ഉണ്ടാകുകയും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇതൊക്കെ വിശ്വസിക്കാതിരിക്കുകയും, ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ ഇതിൻ്റെ അടിയിലെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അന്ധവിശ്വാസം പകർത്തുന്ന ഉടായിപ്പ് സ്വാമി എന്നൊക്കെ പറഞ്ഞ് എഴുതിയാൽ പോലും ഇതിൽ 10 പേര് തള്ളിപ്പറഞ്ഞാലും അതിലൊരാളെങ്കിലും ഇത് ഉൾക്കൊണ്ടുകൊണ്ട് അതിൻ്റെ മാറ്റങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്താൽ ജീവിതത്തിൻ്റെ ഒരു കാലഘട്ടം കഴിയുമ്പോൾ വരാൻ പോകുന്ന മഹാദുരന്തങ്ങളിൽ നിന്ന് മനസ്സിനെയും ശരീരത്തിനെയും മോചിപ്പിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിനകത്ത് എനിക്കൊരു സംശയവുമില്ല. നമ്മുടെ പൂർവികർ ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങൾ, പൂർവികർ എന്താണ് ചെയ്തിരുന്നത്, വംശം നിലനിർത്താനായിട്ടുള്ള കാര്യങ്ങൾ. ഒരു തെങ്ങ് വളരാൻ എത്ര വർഷമെടുക്കും? ഒരു മാവിൽ മാങ്ങ ഉണ്ടാകാൻ എത്ര കാലമെടുക്കും? ഒരു ചക്ക ഉണ്ടാകാൻ എത്ര കാലമെടുക്കും? ഇപ്പോഴൊക്കെ ഇൻസ്റ്റൻ്റായിട്ട് 3 മാസം കൊണ്ട് വളരുന്ന ഫലം തരുന്ന തൈകളുമൊക്കെ ഒരുപാടുണ്ട്. ശാസ്ത്രീയ ഗവേഷണങ്ങളിലൂടെ മണ്ണിൻ്റെ വളക്കൂറുള്ള മണ്ണിന് തന്നെ വ്യത്യാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും നമ്മുടെ 2 തലമുറകൾക്ക് മുമ്പുള്ള ആൾക്കാർ ഇതൊക്കെ വെച്ച് പിടിപ്പിച്ച് തേങ്ങ വെട്ടിയും മാവുണ്ടാക്കിയും മണ്ണിൽ ഫലങ്ങൾ വെച്ച് പിടിപ്പിച്ചൊക്കെ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ചെയ്തു തന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരു ഉദാഹരണത്തിന് ഞാനൊരു കഥ പറയാം. ഒരു രാജാവ് തൻ്റെ 2 മക്കളെ അവർ എങ്ങനെയാണ് തൻ്റെ കാലശേഷം ഈ രാജ്യം ഭരിക്കുന്നത് എന്ന് അറിയാനായിട്ട് ഓരോരുത്തരുടെയും ബുദ്ധി പരിശോധിക്കാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞിട്ട് ഓരോരുത്തർക്കും വിളിച്ചിട്ട് അദ്ദേഹം ഒരു തുക കൊടുത്തു, അല്ലെങ്കിൽ 1 രൂപ നാണയം കൊടുത്തു എന്ന് തന്നെ കരുതുക. എങ്ങനെയാണ് ഇവർ വിനിയോഗിക്കുന്നത് എന്നറിയാൻ. എന്നിട്ട് പറഞ്ഞു, ഈ 1 രൂപ കൊണ്ട് നിങ്ങൾ ഈ മുറി നിറയ്ക്കുന്നത് എങ്ങനെയാണ്, ഇല്ലെങ്കിൽ ഈ 1 രൂപ നിങ്ങൾ എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തുന്നത് എന്നുള്ളതാണ്. ഞാൻ ഈ പൂർവികമായിട്ടുള്ള നമ്മുടെ പൂർവികർ, മൺമറഞ്ഞു പോയവർ, നമുക്ക് സമ്പാദിച്ച് തന്നിട്ട് പോയവരുടെയൊക്കെ ചിന്താധാരകൾക്ക് ഉണ്ടാകുന്ന ദീർഘവീക്ഷണത്തോടുള്ള അവരുടെ ജീവിതത്തെക്കുറിച്ച് പറയാനുള്ള ഒരു കഥ പറയുന്നുള്ളതേ ഉള്ളൂ. എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഈ 2 മക്കളിൽ ഒരാൾ ആ കിട്ടിയ പണവും
ഉപയോഗിച്ച്, അന്നത്തെ ചക്രമാണ് ഉപയോഗിച്ച് ആ മുറി നിറയ്ക്കാനെക്കുറിച്ച് ആലോചിച്ചിട്ട് ആ മുറി മുഴുവൻ ദുർഗന്ധം വമിക്കുന്ന ചപ്പ് ചവറുകൾ കൊണ്ട് നിറച്ചു. പറയുന്ന തീയതി ആയപ്പോൾ ഈ രാജാവ് മക്കൾ എന്താണ് ചെയ്തു എന്നറിയാൻ വേണ്ടിയിട്ട് വാതിൽ തുറന്ന് അകത്ത് കയറുമ്പോൾ മൂത്ത മകൻ്റെ മുറിക്കുള്ളിൽ അതിഭീകരമായ ദുർഗന്ധമാണ്. രാജാവ് സഹിക്കാൻ വയ്യാതെ പുറത്തേക്കിറങ്ങി. രണ്ടാമത്തെ മകൻ്റെ അടുത്തേക്ക് ചെന്ന് വാതിൽ തുറക്കുമ്പോൾ ആ മുറിക്കുള്ളിൽ ഒന്നുമില്ല, പക്ഷേ നല്ല ചന്ദനത്തിരിയുടെ മണം. അദ്ദേഹം ആ ചന്ദനത്തിരി കത്തിച്ചു വെച്ചു എന്ന് മാത്രമല്ല, ആ ചക്രത്തിൻ്റെ പകുതി പണം മാറ്റിവെക്കുകയും ചെയ്തു. ഞാൻ ഈ ഉദാഹരണത്തിന് കഥ പറയാനുള്ളതിൻ്റെ ഒരു കാരണം, നമ്മുടെ പൂർവികർ അത്രയും വിശ്വാസ പ്രമാണങ്ങളോടുകൂടി നമ്മുടെ വരും തലമുറയെ സംരക്ഷിക്കാനായി ചെയ്ത പല കാര്യങ്ങളും അന്യം വന്നു പോകുന്നത് കൊണ്ടാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്നെ കാണാൻ വരുന്ന പലർക്കും ഉത്തരം കൊടുക്കാൻ പറ്റാതെ ഞാൻ നിശബ്ദനായിരിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ദേവസ്ഥാനങ്ങളും ചൈതന്യങ്ങളും തറവാടുകളും ഒക്കെ വെട്ടിപ്പൊളിച്ച് നശിപ്പിച്ച്, അത് ജാതിമത ഭേദമന്യേ ആർക്കും ഞാൻ പറയുന്ന ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. അംഗവൈകല്യമുള്ള സന്താനങ്ങൾ ജനിക്കുമ്പോഴുണ്ടാകുന്ന ദുഃഖം നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. രണ്ടുപേർ തമ്മിൽ പ്രണയിക്കുന്നു, ഗ്രഹനിലകൾ നോക്കുന്നില്ല, വിവാഹം കഴിഞ്ഞ് സന്താനങ്ങൾ ജനിക്കുന്നില്ല. ഇനി സന്താനങ്ങൾ ജനിച്ചാൽ തന്നെ വൈകല്യമുണ്ടാകുന്ന കുട്ടികൾ, അപ്പോഴെന്താണ് ഇവരുടെ ജീവിതം തന്നെ മറ്റൊന്നായി പോകും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ സൗഹൃദങ്ങളെന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, എത്ര ഉപദേശിച്ചാലും നന്നാവാത്ത തരത്തിലുള്ള ചെറുപ്പക്കാർ, മദ്യത്തിനും ലഹരികൾക്കും അടിമപ്പെട്ടു പോകുന്ന ഒരു തലമുറയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. കഴിഞ്ഞ ദിവസം വിളിച്ചൊരു അമ്മയുടെ ദുഃഖം സഹിക്കാൻ പറ്റുന്നതല്ല. ഭർത്താവ് മരിച്ചതിന് ശേഷം മകനെ വളർത്തിക്കൊണ്ടിരിക്കുമ്പോൾ, മകനെ വളർത്തി നല്ലവണ്ണം പഠിപ്പിച്ച് വിദ്യാസമ്പന്നമായിട്ടുള്ള ഒരു ജീവിതം സ്വപ്നം കണ്ട അമ്മ അവരുടെ യൗവനാവസ്ഥയിൽ മരിച്ചുപോയ ഭർത്താവിനെ മാത്രം മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് മകനെ വളർത്തുന്നു. മകൻ സ്കൂളിൽ നിന്ന് കോളേജിലെത്തേക്കുന്നു. പിന്നെ അവൻ്റെ വഴിതെറ്റുന്ന ഒരു കാലമുണ്ടാകുന്നു. അവൻ വണ്ടി വേണമെന്ന് വാശി പിടിക്കുന്നു. അവൻ സൗഹൃദങ്ങൾ സന്ധ്യയ്ക്ക് വീട്ടിൽ കയറാതാകുന്നു. അവൻ ഒടുവിൽ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമയാകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക അമ്മ. സ്വാമി, എങ്ങനെയെങ്കിലും അവനെ ഒന്ന് രക്ഷിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുമ്പോൾ നിസ്സഹായരായിട്ടിരിക്കാൻ മാത്രമേ നമുക്ക് കഴിയുള്ളൂ. എന്തിനാണ് ഈ കുട്ടികൾ ഇങ്ങനെ നശിക്കുന്നത് എന്ന് എന്നോട് ചോദിച്ചാൽ എനിക്കതിനൊരു മറുപടിയില്ല. കുഞ്ഞുങ്ങളെ അനുഭവിക്കാൻ യോഗമില്ലാത്ത അച്ഛനമ്മമാരെക്കുറിച്ച് എന്തോന്ന് പറയാനാണ്? അവർക്കതിനുള്ള യോഗമില്ല എന്നുള്ളതാണ്. ആ അമ്മയുടെ മുമ്പിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾക്കതിനൊരു വിധിയില്ലെന്ന് പറയാനേ പറ്റൂ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതുപോലെ തന്നെയാണ് ഒരച്ഛൻ എൻ്റെ മുമ്പിൽ വന്നത്. വളരെ അദ്ദേഹം വിവാഹം കഴിച്ചു വിദേശത്തായിരുന്നു, തിരിച്ചു വന്നു. ഭാര്യയ്ക്ക് ജോലിയില്ല, ഭാര്യ വിദ്യാസമ്പന്നയാണ്. തിരിച്ചു വരുമ്പം 3 പെൺമക്കളാണ്. കുട്ടികൾ നല്ലപോലെ പഠിക്കും, ഒരാൾ നേഴ്സിങ്ങിനാണ്, ഒക്കെ നല്ല നിലയിലാണ്. ഇദ്ദേഹം വിദേശത്ത് തിരിച്ചു വന്നൊരു വീടൊക്കെ വെച്ച് അത്യാവശ്യം കൃഷിപ്പണിയൊക്കെ ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭാര്യയ്ക്ക് PSC ഒരു ജോലി കിട്ടുന്നു. ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ജോലി കിട്ടുന്നതുകൂടി അതുവരെ ഭർത്താവിനെ അനുസരിച്ച് നിന്ന ഭാര്യയുടെ സ്വഭാവത്തിനും വസ്ത്രധാരണത്തിനും വാക്കുകൾക്കുമെല്ലാം മാറ്റമുണ്ടാകുന്നു. ഒരു സർക്കാർ ഉദ്യോഗസ്ഥയായി. മക്കളുടെ സ്വഭാവത്തിന് മാറ്റം വരുന്നു. മക്കളുടെ സ്വഭാവത്തിന് മാറ്റം വരുമ്പോൾ, ഭാര്യയുടെ സ്വഭാവത്തിന് മാറ്റം വരുമ്പോൾ, ഭർത്താവും അച്ഛനും ഒരാളാണല്ലോ. അവർ ഉപദേശിക്കാൻ നിൽക്കുമ്പോൾ അവരുടെ ശത്രുവായി ഈ അച്ഛൻ മാറുന്നു. അദ്ദേഹം വെമ്പായത്തേൻ്റെ വീട്ടിൽ നിശബ്ദനായി തലകുനിച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. ഒന്ന് ആലോചിച്ച് നോക്കൂ. വിദേശത്ത് മരുഭൂമിയിൽ പോയി കഷ്ടപ്പെട്ട് വീട് വയ്ക്കുന്നു. ഭാര്യയ്ക്ക് അവസാനകാലം ജോലി കിട്ടുന്നു. സൗന്ദര്യമായ മക്കളുണ്ടാകുന്നു. വഴിതെറ്റുന്ന പ്രായമാണെന്ന് അച്ഛൻ തിരിച്ചറിഞ്ഞിട്ടും, സ്വാമി, അവരെ ഇഷ്ടവും പ്രണയവും ഒക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്, അവരെയൊക്കെ നമുക്ക് നേർവഴിക്ക് നടത്താൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഏത് ദൈവത്തിനാണ് ഇത്തരത്തിലുള്ള ആൾക്കാരെ രക്ഷപ്പെടുത്താൻ പറ്റുന്നതെന്ന് ഞാൻ ചിന്തിക്കും. മാതാപിതാക്കളുടെ ദുഃഖം. ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് ഞാൻ പറഞ്ഞു, എനിക്ക് അവരോടൊന്ന് സംസാരിക്കണം. അദ്ദേഹം വിളിച്ചു തന്നു. അവൾക്കിപ്പോൾ ദൈവവിശ്വാസമൊന്നുമില്ല. അവൾക്ക് ജോലി കിട്ടുന്നതിന് മുമ്പാണെങ്കിൽ അവൾ കരിക്കകം ക്ഷേത്രത്തിൽ നിത്യവും പോകും. നിത്യവും എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിൽ ചൊവ്വയോ വെള്ളിയോ ദിവസങ്ങളിൽ പോകും. അങ്ങനെ പ്രാർത്ഥിച്ചാണ് അവൾക്ക് ജോലി കിട്ടിയത്.
പക്ഷേ ജോലി കിട്ടിയതിന് ശേഷം അവളുടെ സ്വഭാവത്തിന് ഭീകരമായ മാറ്റമുണ്ട്. പിന്നെ അവൾ ക്ഷേത്രങ്ങളിൽ പോകാറില്ല. അതുമാത്രമല്ല, അവൾ കള്ളങ്ങൾ പറയുന്നു. അവൾ അവധി ദിവസങ്ങളിൽ മക്കളോടൊപ്പം ലുലു മാളിലും മറ്റിടത്തുമൊക്കെ പോകുന്നു. ഞാൻ പറഞ്ഞു, അതൊക്കെ പൊക്കോട്ടെ, ഇന്നത്തെ കാലമല്ലേ. അവർക്ക് സിനിമയ്ക്കും ആഡംബര ജീവിതത്തിനോട്ടുള്ള ഭ്രമം കൂടുന്നു. ഒറ്റപ്പെട്ടു പോയ ഒരു അച്ഛൻ്റെയും ഒറ്റപ്പെട്ടു പോയ ഒരു ഭർത്താവിൻ്റെയും ദുഃഖം നമ്മൾ മുമ്പിൽ കണ്ടു. ഞാൻ പറഞ്ഞു, താങ്കൾക്ക് തിരിച്ചു പോകാൻ കഴിയുമോ? അവർ ജീവിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ നനയുന്ന കണ്ണുകൾ നമ്മൾ കണ്ടു. എങ്ങോട്ട് പോകാനാണ് സ്വാമി? ഈ പ്രായത്തിൽ ഇനി എന്ത് ജോലി കിട്ടാനാണ്? അതുമാത്രമല്ല, എൻ്റെ ജീവിതത്തിൻ്റെ നല്ല കാലം മുഴുവൻ ഞാൻ ആ മരുഭൂമിയിൽ ജീവിച്ചു. ഇനി ഞാൻ എന്ത് ചെയ്യാനാണ്? എന്നിട്ട് അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പോൾ അവളുടെ സ്വഭാവത്തിന് എന്ന് പറഞ്ഞാൽ 3 പെൺകുട്ടികളുടെ അമ്മയുടെ കാര്യമാണ്. ഒന്ന് ആലോചിക്കണം. അവൾ ഈ ജോലി കിട്ടുന്നത് വരെ എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമായിരുന്നു. എനിക്ക് പ്രമേഹമൊക്കെ ഉണ്ട്. എൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസം അവൾ എൻ്റെ കിടപ്പറയിൽ നിന്ന് എൻ്റെ കട്ടിൽ നിന്ന് മാറിക്കിടന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താണ് എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, നിങ്ങളുടെ പ്രമേഹം ഉള്ളതുകൊണ്ടായിരിക്കും, ഡയബറ്റിക് ഉള്ളതുകൊണ്ടായിരിക്കും നിങ്ങളുടെ വിയർപ്പിന് വല്ലാത്ത ദുർഗന്ധമുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കും പ്രമേഹവും ഒക്കെ ഉള്ളതാണ്, പക്ഷേ അങ്ങനൊരു ദുർഗന്ധമൊന്നും നമുക്കിതുവരെ അനുഭവിച്ചിട്ടില്ല. അവർക്ക് തീർച്ചയായും അവർ അനുഭവിക്കുന്ന ദുർഗന്ധം അവരുടെ മനസ്സിൻ്റെയാണ്. അവർ മാറിക്കിടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഉൾക്കൊള്ളാനായിട്ടുള്ള, അവർക്ക് സ്വയം പര്യാപ്തത കൈവരുത്താനായിട്ടുള്ള, അല്ലെങ്കിൽ സ്വന്തമായി ജീവിക്കാനായിട്ടുള്ളൊരു പ്രാപ്തി സർക്കാരിൽ നിന്ന് കിട്ടിയപ്പോൾ, പെൻഷൻ കിട്ടിയപ്പോൾ, കാലം സൗന്ദര്യം നശിച്ചുപോയ, യൗവനം നശിച്ചുപോയ നിങ്ങളെ അവർക്ക് ആവശ്യമില്ലാതെ വരുന്നു. നിങ്ങളോട് ഞാൻ എന്താണ് പറയേണ്ടത് എന്ന് പറയാൻ കഴിയാതെ ഞാൻ നിശബ്ദനായി അയാളുടെ മുമ്പിലിരുന്നു. സ്വാമി, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, എൻ്റെ മക്കൾക്ക് ഒരു നല്ല വിവാഹ ജീവിതം കിട്ടുമോ? നല്ല ദാമ്പത്യ ജീവിതം കിട്ടുമോ? നമ്മൾ എന്താണ് ആ പിതാവിനോട്, ആ ഭർത്താവിനോട് പറയാൻ പറ്റുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. കുടുംബ ബന്ധങ്ങൾ, ഉലഞ്ഞു പോകുന്ന കുടുംബ ബന്ധങ്ങൾ തിരകളിൽ ആടുന്ന തോണി പോലെയാണെന്ന് ഞാൻ ഏതോ ഒരു കവി എഴുതിയിട്ടുണ്ട്. ജീവിതം എന്ന് പറയുന്നത് തിരകളിലാടും. എനിക്ക് തോന്നുന്നു ദേവദാസ് എന്ന് പറയുന്ന എഴുത്തുകാരനാണെന്ന് തോന്നുന്നു. താളം തെറ്റിയ ജീവിതങ്ങളും തിരകളിലാടുന്ന തോണികളും ഒക്കെ തോണി പോലെയാണെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റാത്ത, ഒന്നും ചെയ്യാൻ കഴിയാത്ത, ജീവിതം താറുമാറായി പോകുന്ന, യാന്ത്രികമായി ജീവിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ നമ്മളിങ്ങനെ നോക്കുമ്പോൾ സൗന്ദര്യമുള്ള ശരീരവും സുന്ദരമായ മുഖവും സുന്ദരമായ വസ്ത്രങ്ങളും ഒക്കെ ആയിട്ട് ജീവിച്ചു പോകുന്ന സ്ത്രീകൾ, നിങ്ങൾക്ക് എന്താണ് ഈ സംഭവിക്കുന്നത്? വഴിതെറ്റി പോകുന്ന ഭർത്താക്കന്മാരെ ഓർത്ത് കരയുന്ന ഭാര്യമാരുമുണ്ട്. ഞാൻ പറഞ്ഞു, ഞാനിവിടെ പ്രോഗ്രാം ചെയ്യാറുണ്ടല്ലോ. അഹിതമല്ലാത്ത ബന്ധമുണ്ട് സ്വാമി. മക്കൾ വളർന്ന് കല്യാണം കഴിക്കാൻ നിൽക്കുമ്പോൾ എൻ്റെ ഭർത്താവ് മറ്റൊരു ഹിതമല്ലാത്ത ബന്ധത്തിൽ പോയി പെട്ടിരിക്കുന്നു. ഇപ്പോൾ എന്നോട് സംസാരിക്കാറില്ല. 24 മണിക്കൂർ മൊബൈലിലൂടെ അവളുമായിട്ടാണ് സംസാരം. അവർക്ക് വേറെ ഭർത്താവും കുട്ടികളുമൊക്കെയുണ്ട്. ഇതിനൊക്കെ നമ്മൾ എന്താണ് ഉത്തരം പറയുക? കാലം കൊടുക്കുന്ന ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ നമുക്ക് കഴിയുന്നുണ്ടോ? പക്ഷെ കാലം പഠിപ്പിക്കുന്ന പാഠങ്ങളുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഭൗതികതയിലൂടെ നമ്മൾ സഞ്ചരിച്ച് കഴിയുമ്പോൾ ആ ഭൗതികതയിൽ ഉണ്ടാകുന്ന ഭ്രമാത്മകമായ അവസ്ഥകൾ, ഭ്രമാത്മകമായ ചിന്തകൾ, ഇതെല്ലാം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി പോകുന്നതെന്നുള്ളൊരു യാഥാർത്ഥ്യം. കാമക്രോധ മോഹാദികളിൽ ഭ്രമിച്ചു കഴിയുമ്പോൾ ആ ഭ്രമം തീരുന്ന ഏത് നിമിഷവും തീർന്നു പോകുന്ന ഇത്തരം കണ്ടില്ലേ? ഓരോരുത്തരെ ഭർത്താവുള്ള പെൺകുട്ടി കാമുകനോടൊപ്പം ഒളിച്ചോടി ഹോട്ടൽ മുറികളിൽ ചെന്ന് കഴിയുമ്പോൾ ഇണചേർന്നതിന് ശേഷം കഴുത്തറുത്ത് കൊല്ലുന്നത്, ഭീകരമായി കൊല ചെയ്യുന്നത്, ജീവിതമില്ലാതായി പോകുന്നത്, അങ്ങനെയുള്ള എത്രയെത്ര കഥകളാണ് നമ്മൾ കേൾക്കുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാനും ടീച്ചറോട് ഒരു സിനിമ തിയേറ്ററിൽ പോയി. ഞങ്ങൾ ഇരിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരിയും വന്നിരുന്നു. യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് മാറിപ്പോകണം തോന്നി. അടുത്തൊക്കെ ആൾക്കാരും പോലും ഉണ്ടെന്ന് തോന്നിപ്പിക്കാതെ, അത് സ്വകാര്യമായ ജീവിതത്തിൽ ഒരാണും പെണ്ണും ഇണചേരുന്നതിന് തുല്യമായ ഒരു കിടപ്പറയാണോ സിനിമാ തിയേറ്റർ? ഞങ്ങൾ അവസാനം എഴുന്നേറ്റ് മാറിയിരിക്കേണ്ടി വരുന്നു. നശിച്ചു പോകുന്ന ഇത്തരം യൗവനങ്ങൾ, ജീവിതത്തിൽ നാശം സംഭവിക്കുന്ന ഇത്തരം യൗവനങ്ങൾ, ആ നാശമുണ്ടാക്കി കൊടുക്കുന്ന, തകർന്നു പോകുന്ന ജീവിതം, താളം തെറ്റിപ്പോകുന്ന, പിഴച്ചു പോകുന്ന ജീവിതങ്ങൾ, വീട്ടിൽ അച്ഛനമ്മ പഠിക്കാൻ വിടുന്ന കുട്ടികൾ സിനിമാ തിയേറ്ററിലേക്ക് പോയി ഇഷ്ടമുള്ള ചെറുപ്പക്കാരനോടൊപ്പം
ഒരു ഹോട്ടൽ മുറിയിൽ പോയി ഹോട്ടൽ മുറികളിൽ എടുത്ത് ശരീരത്തിൻ്റെ താപം നിയന്ത്രിക്കാനോ ശരീരത്തിൻ്റെ കോപം നിയന്ത്രിക്കാനോ ശരീരത്തിൻ്റെ കാമം നിയന്ത്രിക്കാനോ കാട്ടിക്കൂട്ടുന്ന വീഴ്തികൾ ഒരു സിനിമാ തിയേറ്ററിൽ ഇത്രയും ആൾക്കാരിയ്ക്കുമ്പോൾ, ഇല്ലെങ്കിൽ ചുറ്റും ആൾക്കാരിയ്ക്കുമ്പോൾ അതൊന്നും ഞങ്ങളുടെ പ്രശ്നമല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ശരീരത്തിൻ്റെ ശാന്തിയാണ് വലുത്. ശരീരത്തിൻ്റെ ശാന്തി എന്ന് പറഞ്ഞാൽ കാമക്രോധ മോഹാദികൾ കൊണ്ട് ഭ്രമിപ്പിക്കുന്ന അഗ്നി പടർത്തുന്ന കാമചിന്തകളെ സിനിമ തീരുന്ന 2 മണിക്കൂർ മുമ്പ് ഇല്ലാതാക്കുന്ന അവസ്ഥ. ഞങ്ങൾ ആ സിനിമ കംപ്ലീറ്റ് ചെയ്യാതെ ഇറങ്ങിപ്പോകേണ്ടി വന്നു. കാരണം ഒരാൾക്ക് സഹിക്കാനോ ഒരാൾക്ക് കാണാനോ പറ്റാവുന്നതിനപ്പുറത്തെ വിധത്തിലുള്ള ഇത്തരം രീതികൾ അങ്ങനെ നമ്മുടെ സമൂഹം അധപ്പതിച്ചു പോകുന്നു. അപ്പോൾ ഈ വീട്ടിലിരിക്കുന്ന മാതാപിതാക്കൾ കുട്ടി പഠിക്കാൻ പോയി എന്നല്ലേ വിചാരിക്കുന്നത്. എത്ര പ്രായമുണ്ട് കണ്ടില്ലേ? കഴിഞ്ഞ ദിവസം 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി രാവിലെ വീട്ടിൽ നിന്നിറങ്ങുന്നു. വീട്ടിൽ നിന്നിറങ്ങിയിട്ട് ഞാൻ വീഡിയോ കണ്ടതാണ്. വീട്ടിൽ നിന്നിറങ്ങിയിട്ട് സ്കൂളിലെത്തുന്നില്ല. അപ്പോൾ എങ്ങനെയോ അന്വേഷിക്കുന്നു, കാണാനില്ല എന്ന് പറഞ്ഞ് വാർത്തയുണ്ടാകുന്നു. നോക്കുമ്പോൾ സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ടീച്ചറിൻ്റെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരുന്നു, പനിയാണ്, ഇന്ന് വരത്തില്ല എന്ന്. അമ്മയുടെ മൊബൈലിൽ നിന്ന് അത്തരത്തിലൊരു മെസ്സേജ് അയച്ചതിന് ശേഷം ഈ കുട്ടി പിന്നെ തൻ്റെ 14 വയസ്സുള്ള എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തി പോലും ആകാതെ തിരുവനന്തപുരത്തുള്ള അവൾ മൊബൈലിലൂടെ പരിചയപ്പെട്ട ഒരു പയ്യനോടൊപ്പം അവൾ ഒരു സിനിമാ തിയേറ്ററിൽ വെച്ച് പോലീസ് കണ്ടെത്തുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി, 14 വയസ്സുള്ള ചെറുപ്പക്കാരനല്ല, ഒരു ബാലനല്ലേ അവൻ. എങ്ങനെയാണ് പുതിയ തലമുറയിലെ കുട്ടികൾക്ക് ഇത്രയും ധൈര്യം ഉണ്ടാകുന്നത്? പെൺകുട്ടികളെങ്കിലും ശ്രദ്ധിക്കുന്നത്, മുള്ളിൽ വീണാലും മുള്ള് വന്ന് ഇലയിൽ വീണാലും നശിച്ചു പോകുന്നത് ഇലയല്ലേ, ആ തളിരല്ലേ? അതെന്താണ് ഈ പെൺകുട്ടികൾ മനസ്സിലാക്കാത്തത്? ഇവരെങ്ങോട്ടാണ് ഈ ഓടിപ്പോകുന്നത്? ഓരോന്നിനും ഓരോ കാലം പറഞ്ഞിട്ടില്ലേ? ഞാൻ പറഞ്ഞിട്ടുള്ള പോലെ ശൈശവം മുലപ്പാൽ തരും, ബാല്യം കളിപ്പാട്ടങ്ങൾ തരും. ശൈശവം ബാല്യം കൗമാരം സ്വപ്നങ്ങൾ തരും. ശൈശവം ബാല്യം കൗമാരം യൗവനം കാമം തരും, കാമതാ ചിന്തകൾ തരും. വാർദ്ധക്യം മരണചിന്ത തരും, അല്ലേ? വാർദ്ധക്യം കഴിഞ്ഞ് കഴിയുമ്പോൾ മരണാനന്തര ജീവിതത്തെക്കുറിച്ചിട്ടുള്ള ചിന്തകൾ വേട്ടയാടും. ഇതിന് ഓരോന്നിനും ഓരോ അവസ്ഥകളെക്കുറിച്ചിട്ട് നമ്മുടെ ഇവിടെ എന്ത് ബോധവൽക്കരിച്ചാലും ഇതിങ്ങനെ നശിച്ചു പോകുന്നല്ലോ ഈശ്വര, ഇല്ലേ? ഇവരും ഒരിക്കൽ മാതാപിതാക്കളാകില്ലേ? ഇവർക്കും സന്താനങ്ങൾ ജനിക്കില്ലേ? ഇവരും ഈ മാതാപിതാക്കൾ അനുഭവിക്കുന്ന ദുഃഖം അനുഭവിച്ചല്ലേ പറ്റൂ? താറുമാറായി പോകുന്ന യുവമിഥുനങ്ങളുടെ ജീവിതങ്ങളെക്കുറിച്ചിട്ട് നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോൾ, അല്ലെങ്കിൽ തകർന്നു പോകുന്ന ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നമ്മളിങ്ങനെ കാണുമ്പോൾ എന്താണ് ഇതിന് നമുക്കൊരു മറുപടി പറയാൻ പറ്റുക? കുട്ടികളെ കുറെ കൂടെ ബോധവൽക്കരിക്കാനും, ഇല്ലേ? കഞ്ചാവ്, ഈ അടുത്ത കാലത്ത് ഒരു അച്ഛൻ പറഞ്ഞതാണ്, അവൻ കഞ്ചാവ് കച്ചവടമാണ് സ്വാമി, അവൻ നല്ല റാങ്ക് മേടിച്ച് പഠിച്ചവനാണ്, ഇപ്പോൾ അവൻ പോകുന്നില്ല, അവൻ വില കൂടിയ ബൈക്ക് എടുക്കുന്നു. ഞാൻ പറഞ്ഞാൽ അവൻ്റെ മുഖത്ത് നോക്കി പറയുന്നു, അച്ഛൻ, നിങ്ങളെ ഞാൻ ഒരു ദിവസം തല്ലിക്കൊല്ലും, നിങ്ങൾ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ ഇടപെടരുത് എന്ന് എൻ്റെ മുഖത്ത് നോക്കി അവൻ പറഞ്ഞു. അങ്ങനെ പറയുന്ന ഒരു മകൻ, അവൻ മിടുക്കനായി പഠിച്ചവൻ ഇപ്പോൾ കഞ്ചാവ് കച്ചവടമാണ്. ഒരിക്കൽ അവനെ തിരക്കി പോലീസുകാരൻ്റെ വീട്ടിൽ വന്നു. എനിക്ക് അവനല്ലാതെ 2 പെൺമക്കളും കൂടിയുണ്ട്. എൻ്റെ പെൺമക്കൾ വീട്ടിൽ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ വീട്ടിലുള്ളപ്പോൾ ഞാൻ അവനെ നെഞ്ചോട് ചേർത്ത് വളർത്തിയതാണ്. അവൻ്റെ മുറിയിൽ സിഗരറ്റ് പോയിക്കുന്ന ദുർഗന്ധമായിട്ടുള്ള അവൻ്റെ മുറിയിലേക്ക് നമ്മൾ കയറിക്കഴിഞ്ഞാൽ ആ ശിഥിലമായ മുറി കഴിയുമ്പോൾ അവൻ്റെ ജീവിതം ശിഥിലമായി പോകുമല്ലോ ഈശ്വര. എവിടുന്നാണ് ഇവൻ ഇത്തരം ഈ കഞ്ചാവൊക്കെ എവിടുന്നാണ് അവന് കിട്ടുന്നത്? അപ്പം പാതിരാത്രി 1 മണിയും 2 മണിക്കും മതിൽ ചാടി വന്ന് മുറി തുറന്ന് അകത്ത് കയറും. സത്യം പറയാമല്ലോ സ്വാമി, എനിക്കവനെ പേടിയാണ്. നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അവൻ നമ്മളെ ആക്രമിക്കില്ലേ? അടിച്ചു കൊല്ലുന്നാൽ എന്ത് ചെയ്യും? ഞാൻ എന്തിനാണ്? ഞാൻ സ്വയം നീറി മരിക്കുകയാണ്. ഞാൻ ഈശ്വരനോട് ചോദിക്കും, എന്തിനാണ് ഭഗവാനെ എനിക്ക് ഇങ്ങനൊരു മകൻ? എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്ക് ഇങ്ങനൊരു മകനെ തന്ന്? അവൻ കുട്ടിക്കാലത്ത് നല്ല പോലെ പാടുമായിരുന്നു, നല്ല കലാപരമായ കഴിവുകളുണ്ടായിരുന്നു, നല്ല വണ്ണം ചിത്രം വരയ്ക്കുമായിരുന്നു. ഇപ്പോൾ അവൻ്റെ പുകച്ച വിരലുകളും ദ്രവിച്ച പല്ലുകളും ഒക്കെ കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സ്വാമി. എന്താണ് നമുക്കൊരു പോംവഴി? ഒരിക്കൽ പോലീസുകാർ അവൻ്റെ അന്വേഷിച്ച് വീട്ടിൽ വന്നു എന്ന് പറഞ്ഞു. അപ്പോൾ പോയാലും ഒരുപാട് രേഖകളുണ്ട്. അപ്പോൾ അവൻ നിനക്ക് എന്താണ് ജോലി എന്ന് ചോദിച്ചാൽ, ഞാൻ കഞ്ചാവ് കച്ചവടമാണ്, എൻ്റെ കയ്യിൽ പണമുണ്ട്. അങ്ങനെയുള്ള ഒരുത്തനെ പോലെ മെഡിസിൻ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഈ കഞ്ചാവ് കച്ചവടവും ചെയ്തുകൊണ്ടിരിക്കുന്നവരെ പ്രേമിക്കുന്നു എന്നുള്ളതാണ് ആ അച്ഛൻ പറഞ്ഞൊരു കാര്യം. എന്ത് കണ്ടിട്ടാണ് സ്വാമി? ഞാൻ ചോദിച്ചാൽ, ആ കുട്ടിക്ക് അറിയാമോ ഇവൻ്റെ എന്താണ് ജോലി എന്നുള്ളത്? അറിയാം.
ഞാൻ അവളെ പോയി കണ്ട് സംസാരിച്ചു. നീ എങ്കിലും പറഞ്ഞ് നിങ്ങൾ വിവാഹം കഴിച്ചോളൂ, വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിച്ചോളൂ. പക്ഷേ നീ അവനെ മനസ്സ് മാറ്റിയെടുക്കാൻ, അവൻ എന്തെങ്കിലും നാളെ അവൻ ഈ നശിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അവൻ ഈ ലഹരി പദാർത്ഥത്തിൽ നിന്നും ലഹരി വിൽപ്പനയിൽ നിന്നും മനസ്സ് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ അവനെ സ്നേഹിച്ചു പോയി, എനിക്കവനെ മാറ്റാൻ കഴിയില്ല, എനിക്കവനെ മറക്കാനും കഴിയില്ല. ഇങ്ങനെ പോയാൽ ഞാനും അവനുമായിട്ട് ഒരുമിച്ച് ആത്മഹത്യ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. ഞാനത് തീരുമാനിച്ചതാണ്. എൻ്റെ മുമ്പിൽ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ മകൻ മറ്റൊരു ഇഷ്ടപ്പെട്ട പെൺകുട്ടിയോടൊപ്പം മരിച്ചു കിടക്കുന്ന കാണാനുള്ള ത്രാണിയില്ലാത്തത് കൊണ്ട് ഞാനിപ്പോഴും ഒന്നും മിണ്ടത്തില്ല സ്വാമി. ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊരു ദയനീയമായ ചിത്രമാണ്, എന്തൊരു ദയനീയമായ ഒരു അവസ്ഥയാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ചുറ്റുമുള്ള ലോകത്തിൽ നിന്ന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? വേറൊരു അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട്, സ്വാമി എൻ്റെ മകൻ അവൻ്റെ കരുത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനൊന്നും എനിക്ക് പറ്റില്ല. അവൻ മദ്യപിച്ചും അവൻ ലഹരി പദാർത്ഥം ഉപയോഗിച്ചും അവൻ്റെ മുറിയിൽ നിന്നും മറ്റേ എന്തോ ഇഞ്ചക്ട് ചെയ്യുന്ന സാധനങ്ങളൊക്കെ കിട്ടും. അവൻ ആള് മാറി അവൻ ചില നേരങ്ങളിൽ എന്നെ നോക്കുന്നത് കണ്ടാൽ ഞാൻ കയറി വാതിൽ കുറ്റിയിട്ട് നിശബ്ദനായിരിക്കും, നിശബ്ദനായി കിടക്കും. ഒരു മകൻ അവൻ എപ്പോഴാണ് അവന് ഞാൻ അമ്മയല്ല എന്ന് തോന്നുന്നത്? അവൻ്റെ ക്രൂരമായ കണ്ണുകളും അവൻ്റെ ചുമന്ന കണ്ണുകളും അവൻ്റെ ക്രൂരമായ നോട്ടങ്ങളും ഭ്രാന്ത് പിടിപ്പിച്ച ചിന്തകളും ഏതവസ്ഥയിലാണ് സ്വാമി? ഞാൻ പ്രസവിച്ച മകനാണ്. അവൻ്റെ അച്ഛനും ഇങ്ങനെ തന്നെ ആയിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് സമാധാനവും ശാന്തിയും നിന്നിട്ടില്ല. അവൻ്റെ അച്ഛനും എനിക്ക് സമാധാനം നിന്നിട്ടില്ല. അവൻ കുട്ടിക്കാലത്ത് അവൻ്റെ അച്ഛൻ കുടിച്ചതിൻ്റെ മദ്യം അടപ്പിലൊഴിച്ച് കൊടുക്കുമായിരുന്നു ഇവന്. ആ ടേസ്റ്റാണ്. ഞാൻ അന്ന് ഇതെല്ലാം വിലക്കിയതാണ്. അവൻ അതിനോട് ഭ്രാന്ത് കൂടി അവൻ്റെ വിദ്യാഭ്യാസവും മുടങ്ങി. അവനിപ്പോൾ ഇതാണ് സ്വാമി അവസ്ഥ. അവനൊരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ ഞാനൊരിക്കൽ കൊന്നിട്ട് ഞാൻ നിങ്ങളുടെ ശവം താഴെ കിടക്കുമ്പോൾ ഞാൻ മുകളിൽ കയറി ആത്മഹത്യ ചെയ്യും. ഞാൻ എൻ്റെ ശവം തൂങ്ങിയാടുന്ന നിങ്ങൾ കാണും. അതെങ്ങനെ കാണും? കൊന്നിട്ട് എങ്ങനെ വികൃതമായി എന്ത് പറയുന്നു, എന്ത് പെരുമാറുന്നു എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത, അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റാത്ത യുവത്വങ്ങൾ ചെന്നു വീഴുന്ന ഇതുപോലുള്ള ഭീകരമായ ഒരു അവസ്ഥ. എനിക്ക് വലിയ ദുഃഖമുണ്ട്. കാരണം എന്നെ വിളിക്കുന്ന മാതാപിതാക്കളിൽ നല്ല വിഭാഗവും ദുഃഖിതരാണ്. പെൺകുട്ടികളെ ഞാൻ മാറ്റി നിർത്തുന്നില്ല. അവരും ബിയർ കഴിക്കും. അവർ ബിയർ കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന അവരുടെ ഗർഭാവസ്ഥയിൽ നാളെ ഒരു കാലത്ത് അവരുടെ ശരീരത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ, അവരുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ദ്രവിച്ചു പോകുന്ന അവരുടെ മനസ്സും അവരുടെ ശരീരവും അവരുടെ കോശങ്ങളും, ഇതൊക്കെ ഇല്ലേ? സിഗരറ്റ് 1-2 സിഗരറ്റ് വലിച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല സ്വാമി എന്ന് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞൊരു പെൺകുട്ടിയെ ഞാൻ ഇപ്പോഴും ഓർക്കും. സിഗരറ്റ് വലിക്കുന്നതാണ് എന്താ സ്വാമി? ഈ പ്രായത്തിലേ നമുക്കതെല്ലാം ചെയ്യാൻ പറ്റൂ. നമ്മൾ നിശബ്ദരായി പോവുകയാണ്. നമ്മളിതെല്ലാം കണ്ടേ പറ്റൂ. ഇത് മാത്രമല്ല, ഇതിനപ്പുറത്തേക്കുള്ള ഭീകരമായിട്ടുള്ള ചില സത്യങ്ങളല്ല, ദൃശ്യങ്ങൾ നമുക്ക് കാണേണ്ടി വരും. ആ ഭീകരമായ ദൃശ്യങ്ങൾ കാണാനും ആ ഭീകരമായ വാക്കുകൾ കേൾക്കാനും ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയ്ക്ക് മുമ്പ് ഈശ്വരൻ നമ്മളെ ഈ ഭൂമിയിൽ നിന്ന് നമ്മളറിയാതെ വിളിച്ചുകൊണ്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതാണ് എന്നെപ്പോലുള്ളവർക്ക് ഇഷ്ടമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.